Dear learners, Almighty God may bless you. ഇന്ന് നമ്മളുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 29ാം എപ്പിസോഡിലേക്ക് പ്രവേശിക്കുക. ഇതിൽ എ ലേബർ ഓഫീസർ at Fujairah in UAE. First of all, I told you that some person got the visa to visit and work there in UAE. One of the visa is a labor officer in UAE, in an international recruiting agency. This person works in such a visa, he has to understand the concerned words as a labor officer. That is why I introduce you all these words and terms in this 29th episode. Okay, that is why you have to learn well, you have to make acquaint with all these words. ഈ വാക്കുകൾക്കായിട്ട് പരിചയപ്പെടും. അതെല്ലാവരും ശ്രദ്ധിക്കുക. എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകം പഠിക്കുക. ഒരു വിസ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ജോലി ചെയ്യാൻ പോകുന്ന സമയത്ത് വി വാണ്ട് ദ എമിഗ്രേഷൻ സ്റ്റാമ്പിങ് ഇൻ ദ പാസ്പോർട്ട്. കുടിയേറ്റം എന്നാണ് എമിഗ്രേഷൻ എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. ഫ്രം ഇന്ത്യ ഓർ ഫ്രം കേരള എ പേഴ്സൺ goes to UAE. That is why he wants the immigration. He have to contact the immigration department. Next we know passport. എല്ലാവർക്കും അറിയുന്നതാണ്, മലയാളത്തിൽ നമ്മളതാണ് ഉപയോഗിക്കുക. എംപ്ലോയ്മെൻറ്റ് വിസ. There are two types of visas. എംപ്ലോയ്മെൻറ്റ് വിസ, വിസയിൽ ഏതെങ്കിലും ജോലി കുറിച്ച് സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള വിസയാണെങ്കിൽ അതിനെന്ത് പറയും? എംപ്ലോയ്മെൻറ്റ് വിസ എന്ന് പറയും. അതേപോലെ ചില രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി എൻട്രി വിസ, ടു എൻ്റർ ഇൻ ടു എ പെർട്ടിക്കുലർ നേഷൻ വി വാണ്ട് എൻട്രി വിസ. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന NOC എന്ന് പറയും. NOCയുടെ ഫുള്ള് നമ്മൾ കൊടുക്കണം നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരു ഒബ്ജക്ഷനുമില്ല, എതിർപ്പുമില്ല, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റിനാണ് നോ ഒബ്ജക്ഷൻ. കോൺസുലേറ്റ്. ഈച്ച് ആൻഡ് എവരി നേഷൻ ഹാസ് ദ കോൺസുലേറ്റ് ഇൻ ഫോറിൻ കൺട്രീസ്. അവിടെ ഇന്ത്യയുടെ അതേപോലെ തന്നെ നയതന്ത്ര ആലയത്തിനാണ് കോൺസുലേറ്റ് എന്ന് പറയുന്നത്. അറ്റസ്റ്റേഷൻ. ഒരു വിസ ആണ്ട് പോകുന്ന സമയത്ത് ആ ഗവൺമെൻറ് അത് അറ്റസ്റ്റ് ചെയ്ത് അംഗീകരിക്കണം. അതേപോലെ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അംഗീകാരം എന്നാണ് അർത്ഥം. പീരീഡ് ഓഫ് വാലിഡിറ്റി. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് പീരീഡ് ഓഫ് വാലിഡിറ്റി. എത്ര കാലാവധിയാണ് അതിന് ആ വിസക്ക് വാലിഡിറ്റി ഉള്ളത്, അതിന് അംഗീകാരമുള്ളത് എന്നാണ് പീരീഡ് ഓഫ് വാലിഡിറ്റി. ഡേറ്റ് ഓഫ് ഇഷ്യൂ. നമ്മൾ പഠിക്കണം ആസ് എ ലേബർ ഓഫീസർ. വെൻ ഹി വർക്ക്സ് ആസ് എ ലേബർ ഓഫീസർ ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഓൾ ദീസ് ടേംസ്. ഡേറ്റ് ഓഫ് ഇഷ്യൂ, ആ വിസ ഇഷ്യൂ ചെയ്ത് അത് നൽകിയ തീയതി ഏതാണ് എന്ന് പറയണം. അതേപോലെ റെഫറൻസ് നമ്പർ. ഭാവിയിൽ ഈ വിസയെക്കുറിച്ചുള്ള എഴുത്തുകുത്തുകളൊക്കെ നടത്താൻ വേണ്ടി ഉദ്ധരിക്കേണ്ട നമ്പറാണ് റെഫറൻസ് നമ്പർ. സ്പോൺസർ. വെൽ യു ആർ വർക്കിംഗ് ഇൻ എ ഫോറിൻ കൺട്രി, വി വാണ്ട് എ സിറ്റിസൺ ഡെയർ ആസ് എ സ്പോൺസർ. അവിടെ സ്പോൺസറായിട്ട് നമ്മളെ ഏറ്റെടുക്കാൻ നമുക്ക് ജോലിക്ക് അനുവാദമൊക്കെ തയ്യാറാകും. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലി എന്നാണ്. എംപ്ലോയ്മെൻറ്റ്, ജോബ് എന്നൊക്കെ ഇംഗ്ലീഷ്. സ്കിൽഡ് ലേബർ. ഇൻ ആൻ എംപ്ലോയ്മെൻറ്റ് സെൻറ്റർ റിക്രൂട്ടിംഗ് ഏജൻസി ദേ വാണ്ട് ദ സ്കിൽഡ് ലേബർ. വിദഗ്ധ തൊഴിലാളി എന്നാണ് തൊഴിൽ എന്നാണ് സ്കിൽഡ് ലേബർ. ലേബറർ എന്ന് പറഞ്ഞാൽ തൊഴിലാളി. അൺസ്കിൽഡ് ലേബർ എന്നാൽ അവിദഗ്ധ തൊഴിലാളി, വൈദഗ്ധ്യമൊന്നുമില്ലാത്ത, സ്കിൽഡ് അല്ലാത്ത തൊഴിലാളി. ഓഫീസ് അസിസ്റ്റൻറ്റ്. ഓഫീസിൽ സഹായിയായിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കോമൺ വേർഡ്സാണ്. സെക്രട്ടറി എന്ന് തന്നെയാണ് മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുക. ബിസിനസ് മാൻ. സംടൈം ദർ വിൽ ബി ദ വിസ ഫോർ ദുബായ്,
for other states of UAE, Saudi Arabia, etc. businessmen. That is why a labor officer should understand. Editor of a newspaper എഡിറ്റ് ചെയ്യുന്ന ആൾക്കാണ് പറയുന്നത്. വെൽഡർ, ദർ വിൽ ബി ദ വിസ ഓഫ് വെൽഡർ. കമ്പനികളിലൊക്കെ ഇരുമ്പ് സാധനങ്ങൾ വെൽഡ് ചെയ്യുന്നു. കാർപ്പൻ്റർ എന്നാണ് ആശാരി എന്നാണ് അത്. എൻജിനീയർ, നമുക്കറിയാം എൻജിനീയർ എന്ന്. ഇലക്ട്രീഷ്യൻ, ഇലക്ട്രിക്കൽ വർക്ക് നടത്തുക. കുക്ക്, പാചക തൊഴിലാളി. പെയിൻറ് ചെയ്യുന്ന ആൾ. പ്ലംബർ, പ്ലംബിംഗ് വർക്ക് ചെയ്യുന്ന ആൾ. ഡ്രാഫ്റ്റ്സ്മാൻ, ഈ പ്ലാനൊക്കെ വരക്കുന്ന ആളുകളാണ്. ആയയായിട്ട് വീടുകളിൽ സഹായിയായിട്ട് വർക്ക് ചെയ്യുന്നത്. നാനി, അനദർ വേർഡ് ഫോർ ആയ. ഡ്രൈവർ, വിനോ. അറ്റൻഡർ, ചില സ്ഥലത്ത് ഓഫീസിലൊക്കെ അറ്റൻഡറായിട്ട് വർക്ക് ചെയ്യണം. വാച്ച്മാൻ, പുറത്തുള്ള കാര്യങ്ങളൊക്കെ കള്ളന്മാരിൽ നിന്നൊക്കെ സ്ഥാപനത്തെ സൂക്ഷിക്കുന്നതാണ്. ഗാർഡിനർ, കാരണം പൂന്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതാണ്. ഫാർമസിസ്റ്റ്, മരുന്ന് കടയിൽ മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാണ് ഫാർമസിസ്റ്റ്. ഡ്രഗിസ്റ്റ്, ഡ്രഗ് എന്ന് പറഞ്ഞാൽ മരുന്നാണ്. അപ്പോൾ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട ബി-ഫാം ഡി-ഫാം ഒക്കെ കഴിഞ്ഞവരാണ് ഈ രണ്ട് ഇതിന് ജോലി ചെയ്യുന്നത്. മെയിൽ നേഴ്സ്, ഇൻ സം ഹോസ്പിറ്റൽ ദർ വിൽ ബി ദ മെയിൽ നേഴ്സസ്, പുരുഷന്മാരായിട്ടുള്ള നേഴ്സുമാർ. ഫീമെയിൽ നേഴ്സ്, സ്ത്രീകളായിട്ടുള്ള നേഴ്സ്. ദിസ് ഈസ് എൻ ഇൻ്റർനാഷണൽ റിക്രൂട്ടിംഗ് കമ്പനി. ദാറ്റ് ഈസ് വൈ ഫോർ എ ഹോസ്പിറ്റൽ this company has to recruit the doctors and the concerned personalities to work there. സർജൻ എന്നാൽ ഓപ്പറേഷൻ നടത്തുന്ന, സർജറി നടത്തുന്ന ആൾ. ENT സ്പെഷ്യലിസ്റ്റ്, ഡിഫറെൻറ്റ് സെക്ഷൻ ഓഫ് ദ ഡോക്ടേഴ്സ്. ഇയർ, നോസ്, ത്രോട്ട്. എന്നാണ് ഇയർ എന്നാണ് ചെവി. എന്നാണ് നോസിറ്റി, ത്രോട്ട്. അപ്പോൾ ഇതിനുള്ള സ്പെഷ്യലിസ്റ്റാണ്. ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ്, മനുഷ്യൻ്റെ വയറ്റിലും ശരീരത്തിൻ്റെ ഉൾഭാഗത്തൊക്കെ ഉള്ള രോഗങ്ങളെക്കുറിച്ച് ഉള്ള പ്രത്യേക സ്പെഷ്യലിസ്റ്റാണ്. ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റ്, മനുഷ്യൻ്റെ നെഞ്ചുരോഗവുമായി ബന്ധപ്പെട്ട ഡോക്ടർമാർ. സംടൈം കമ്പനി ഹാസ് ടു റിക്രൂട്ട് ദിസ് ഡോക്ടേഴ്സ്. ഓഫ്താൽമോളജിസ്റ്റ്, കണ്ണുരോഗ വിദഗ്ധനാണ് ഓഫ്താൽമോളജിസ്റ്റ്. സ്വെല്ലിംഗ് ഒക്കെ പഠിക്കണം. OPH THALMO LOGIST, ഓഫ്താൽമോളജിസ്റ്റ്. ബോൺ സ്പെഷ്യലിസ്റ്റ് എന്നാണ് എല്ല് രോഗ വിദഗ്ധനാണ്. ഇതിനാണ് ഓത്തോളജി എന്ന് പറയും. ഇതിന് എല്ല് രോഗ ബോൺ സ്പെഷ്യലിസ്റ്റ് മനസ്സിലാക്കുക. കാർഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യലിസ്റ്റിന് കാർഡിയോളജിസ്റ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. പീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റ്, പീഡിയാട്രിക് എന്നാൽ കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രത്യേക ഡോക്ടർക്കാണ് പീഡിയാട്രിക്, PEDIATRIC, പീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റ് എന്നത്. ഡെൻറ്റിസ്റ്റ്, പല്ലുരോഗ വിദഗ്ധനാണ് ഡോക്ടർക്കാണ് ഡെൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. ഗൈനക്കോളജിസ്റ്റ്, വി ഹാവ് ടു സ്റ്റഡി ഓൾ ദിസ് ടേം. ഗൈനക്കോളജിസ്റ്റ്, സ്ത്രീകളുടെ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട അത്തരം ട്രീറ്റ് ചെയ്യുന്ന ആളുകൾ ഡോക്ടേഴ്സിന് ഗൈനക്കോളജിസ്റ്റ് എന്നാണ്. സൈക്യാട്രിസ്റ്റ്, ജനങ്ങൾക്ക് ഒരുപാട് മാനസികമായി വി ഹാവ് ടു ട്രീറ്റ് ദ മെൻ്റൽ പ്രോബ്ലംസ് ഓഫ് ദ പീപ്പിൾ. ദാറ്റ് ഈസ് വൈ ദ സൈക്യാട്രിസ്റ്റ് ട്രീറ്റ് ദ. ന്യൂറോളജിസ്റ്റ്, ചില ഞരമ്പ് സംബന്ധമായിട്ടുള്ള ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡ്, അതേപോലെ തന്നെ എല്ലാ ഭാഗവുമായിട്ടുള്ള നെർവ്സുമായിട്ട് ബന്ധപ്പെട്ടത് ഡോക്ടർക്ക് ന്യൂറോളജിസ്റ്റ് എന്ന് പറയും. ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കിൻ സ്പെഷ്യലിസ്റ്റാണ്. മനുഷ്യൻ്റെ തൊലിയുമായിട്ട് ബന്ധപ്പെട്ട രോഗവുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സിക്കുന്ന ഡോക്ടർക്ക് ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയും. ലാബ് ടെക്നീഷ്യൻ, ഇൻ ആൻ ഹോസ്പിറ്റൽ ആൻഡ് ദ കൺസേൺഡ് convenience and facilities, we want all this technical stuff. Lab technician, ലാബ് കൈകാര്യം ചെയ്യുന്നു. X-ray technician, we have to take the X-ray to diagnose, to identify the diseases. That is why sometimes the hospital want the X-ray technician. Telephone operator, in a hospital they want telephone operators. Librarian, there will be the visa of librarian in the labor office.
സ്റ്റോർ കീപ്പർ ഉള്ള സ്റ്റോർ കീപ്പ് ചെയ്യുന്ന ആളുണ്ടാവും, അതിന് വേണം. റെസിഡൻസ് പെർമിറ്റ്, ഇവരെല്ലാവരും വെൻ ദേ വിസിറ്റ് ദർ, വെൻ ദേ ഗോ ദർ ടു വർക്ക് ദർ, ദേ വാണ്ട് ദ റെസിഡൻസ് ടു സ്റ്റേ ദർ, താമസിക്കാൻ റെസിഡൻസ് വേണം. അപ്പോൾ വെൻ വി സ്റ്റേ ഇൻ എ ഫോറിൻ കൺട്രി, ഫസ്റ്റ് ഓഫ് ഓൾ വി വാണ്ട് എ സർട്ടിഫിക്കറ്റ് ഓഫ് റെസിഡൻസ് പെർമിറ്റ്. അതിനെ കുറിച്ച് ലേബർ ഓഫീസർ ഷുഡ് അണ്ടർസ്റ്റാൻഡ്. വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അവരുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ശരിയല്ലേ എന്ന് അവിടെ രാജ്യത്തെ വ്യത്യസ്ത ഓഫീസേഴ്സ് വെരിഫൈ ചെയ്യും. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കണം. കാഷ്യർ, സംടൈം ദ വിസ ഓഫ് ദ കാഷ്യർ. നാഷണാലിറ്റി, നാഷണാലിറ്റിയുടെ നേരിട്ടുള്ള വേണം ദേശീയത എന്നാണ്. ഫ്രം വിച്ച് നേഷൻ, റിക്രൂട്ടിംഗ് ഏജൻസി സംടൈം ദേ ഹാവ് ടു റിക്രൂട്ട് ഫ്രം ഡിഫറെൻറ്റ് നാഷൻസ് ഓഫ് ദ വേൾഡ്. ദാറ്റ് ഈസ് വൈ ദേ ഹാവ് ടു ഐഡൻറ്റിഫൈ ദ നാഷണാലിറ്റി ഓഫ് ദ ഈച്ച് എംപ്ലോയി. ലഗേജ്, യാത്ര പോകുന്ന സമയത്ത് തിരിച്ചു വരുന്ന സമയത്തും യാത്രക്കാരുടെ കയ്യിലുള്ള സാധനത്തിനാണ് ലഗേജ് എന്ന് പറയുന്ന സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. LUGGAGE. സ്യൂട്ട് കേസ്, ടു പുട്ട് ആൻഡ് ടു സ്റ്റോർ ഓൾ ദീസ് commodities, goods, they want suitcase. Then taxi, they want the taxi to travel from somewhere to other place. Porter's charge, നമ്മളെ കമ്മാലികൾ സാധാരണ ഈ ചുവടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുന്ന ആളുകളാണ് പോർട്ടർ എന്ന് പറയുന്നത്. പോർട്ടേഴ്സ് ചാർജ്, പോർട്ടർക്ക് കൊടുക്കുന്ന ചാർജ്. നമുക്ക് ഏജൻറ്റ്, കമ്പനി വാണ്ട്സ് ദ ഏജൻറ്റ് ടു ബി റിക്രൂട്ടഡ്. അഡ്വക്കേറ്റ്, വക്കീലിനാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ആർട്ടിസ്റ്റ്, കലാകാരൻ. ആർട്ടിസാൻ എന്ന് പറഞ്ഞാൽ ആർട്ടിസൻ, കൈത്തൊഴിൽക്കാരൻ പഠിക്കണം. ബുച്ചർ, കശാപ്പുകാരൻ, ബുച്ചർ. ബ്രോക്കർ, ദേ വാണ്ട് ദ ബ്രോക്കർ. ബാബർ, മുടിവെട്ടുകാരൻ. ബോട്ട്മാൻ, ഇൻ ദ ഗൾഫ് there is the sea and the ocean, that is why they want the boatman. Blacksmith, കൊല്ലൻ, ഇരുമ്പ് പണി എടുക്കുന്ന ആൾക്ക് പെരുങ്കൊല്ലൻ. ബാങ്കർ, ബാങ്കിങ് നടത്തുന്ന ആൾ. ബ്രേസിയർ, മൂശാരി, കൽപ്പണിക്കാരൻ എന്ന് നമ്മൾ പറയും. ബേക്കർ, ബേക്കറിയിൽ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ആൾ. ബാരിസ്റ്റർ, ഇത് വക്കീലിനുള്ള ഇംഗ്ലീഷിൽ മറ്റൊരു വാക്കാണ്. അതേപോലെ ബട്ട്ലർ, ആയിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആൾ. കോൺട്രാക്ടർ, അതായത് നമുക്കറിയുന്നതാണ്. ക്ലർജിമാൻ, പുരോഹിതന്മാർ വേണ്ടി അവിടെ പള്ളിയിലും ക്ഷേത്രത്തിലൊക്കെ ജോലി ചെയ്യുന്നത്. ക്യാപിറ്റലിസ്റ്റ് എന്നാൽ മണി ഓണർ, പണക്കാരൻ. കോഫ്ലർ, ചെരുപ്പ് കുത്തി വേണ്ടി വരും. കോൺഫെക്ഷനർ, മിഠായി കച്ചവടക്കാരൻ. കൂലി, സാധാരണ കൂലിപ്പണി എടുക്കുന്നവർക്കാണ് കൂലി എന്ന് പറയുക. കോച്ച്മാൻ, വാഹനങ്ങൾ ഓടിക്കുന്ന ആൾ. ക്ലർക്ക്, യു വാണ്ട് ദ ക്ലർക്സ്. ഡിറ്റക്റ്റീവ്, കുറ്റാന്വേഷണ വിദഗ്ധന് വേണ്ടി വരും. ഡയർ, വസ്ത്രത്തിൽ ചായം കൊടുക്കുന്ന ആൾ വേണ്ടി വരും. ഡോക്ടർ, ഡോക്ടർമാർ വേണം. ഡ്രാപ്പർ, വസ്ത്രവ്യാപാരികൾ വേണ്ടി വരും. ഫിഷർമാൻ, മത്സ്യം പിടിക്കുന്ന ആൾ. ഫാമർ, കൃഷിക്കാരൻ വേണം. ഗോൾഡ് സ്മിത്ത്, സ്വർണ്ണപ്പണിക്കാരൻ വേണം. ഗ്രോസർ, പലചരക്ക് വ്യാപാരിയുടെ വിസ, ദർ വിൽ ബി ദ വിസ ഓഫ് ദ ഗ്രോസർ. ഇൻസ്പെക്ടർ, പരിശോധിക്കുന്ന ആൾ. ഇങ്ക്മാൻ, മഷി വ്യാപാരി. ജ്വല്ലർ, ആഭരണശാല നടത്തുന്ന ആൾ. ജേർണലിസ്റ്റ്, പത്രപ്രവർത്തകൻ. ലോയർ, വക്കീൽ. ലേബറർ, ജോലിക്കാരൻ. മിൽക്ക് മാൻ, പാൽ കച്ചവടക്കാരൻ. മിൽക്ക് മെയ്ഡ്, പാൽ കച്ചവടക്കാരി. മിഡ് വൈഫ്, ഹു വർക്ക്സ് ഇൻ എ ഹൗസ്, ആയ. ഓയിൽ മാൻ, എണ്ണ കച്ചവടക്കാരൻ. പോട്ടർ, മൺകലമുണ്ടാക്കുന്ന ആൾ. പെർഫ്യൂമർ എന്നാൽ സുഗന്ധ വ്യഞ്ജന വ്യാപാരി. പിയൂൺ, ഓഫീസ് അസിസ്റ്റൻറ്റ്. പോസ്റ്റ്മാൻ, വകൻ പോസ്റ്റ് ഓഫീസ്. പബ്ലിഷർ,
അത് വാർത്തകളും മറ്റൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ആൾ. ഫിസിഷ്യൻ, ഡോക്ടർ, പ്രൊഫസർ ഹു വർക്ക്സ് ഇൻ കോളേജസ്, പ്രൊഫസർമാർ വേണ്ടി വരും. ഫോട്ടോഗ്രാഫർ, ഉണ്ടാവും, ഫോട്ടോഗ്രാഫർ വേണ്ടി വരും. പ്ലീഡർ, വക്കീൽ വേണ്ടി വരും. റീറ്റെയിലർ, ചെറുകിട വ്യാപാരികൾ വേണ്ടി വരും. ഷെപ്പേർഡ്, ആട്ടിടയൻ. സ്യൂപ്പർ എന്ന തൂപ്പ് ജോലിക്കാരി വേണ്ടി വരും. സോൾജിയർ, പട്ടാളക്കാർ വേണ്ടി വരും. സീഡ്മാൻ, എന്താണ്, വിത്ത് വിൽക്കുന്ന ആളുകൾ വേണ്ടി വരും. സെയിലർ, അതേപോലെ ബോട്ടും അതേപോലെ തന്നെ കടലിലൂടെ വാഹനങ്ങൾ ഓടിക്കുന്ന ആൾ വേണ്ടി വരും. നാവികൻ വേണ്ടി വരും. ടീച്ചർ, അധ്യാപകർ വേണ്ടി വരും. ട്രഷറർ, ചില സ്ഥാപനങ്ങളിലേക്ക് കാശ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുണ്ട്. ടൈലർ, വസ്ത്രം അടിക്കുന്ന ആളുണ്ട്. വ്യൂവർ, നെയ്യുന്ന ആൾ വേണ്ടി വരും. വീൽ റൈറ്റ്, വാഹനങ്ങളുടെ വീലുകൾ ശരിയാക്കുന്ന ആൾ വേണ്ടി വരും. Dear learners, നമ്മൾ നേരത്തെ we have collected many words with concerned with the labor officer and recruiting agency. Then we want some illustrative sentences to use here. ചില വാക്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്, സെന്റൻസുകളാണ് പഠിക്കുന്നത്. First of all, I told you we have to know the rules and laws of the language. But we want a familiarity and experience with this sentence. That is why I introduced you. Do you have a passport? And a person reaches in labor office. First of all, the labor officer asks, do you have a passport? Passport undo. Yes, I am an Indian passport holder. ഞാൻ ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ള ആളാണ്. My friend has sent me a work visa. എൻ്റെ സ്നേഹിതൻ എനിക്ക് വർക്ക് വിസ അയച്ചു തന്നിട്ടുണ്ട്. I am going to the consulate tomorrow to get it endorsement. ഈ വിസക്ക് അംഗീകാരം ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കോൺസുലേറ്റിലേക്ക് പോവുകയാണ്. Period of validity of the visa expires 6 months after the date of issue. വിസ എന്ന് മുതലാണ് നൽകിയത് അന്ന് മുതൽ 6 മാസത്തിനിടയിൽ വിസയുടെ വാലിഡിറ്റി നഷ്ടപ്പെടും. What is the reference number? വിസയുടെ റെഫറൻസ് നമ്പർ ഏതാണ്? Who is the sponsor? ഈ ജോലിയുടെ നാട്ടിലുള്ള യുഎഇയിലുള്ള സ്പോൺസർ ആരാണ്? ജോലിയുടെ സ്പോൺസർ ആരാണ്? The profession is administrative assistant. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ഭരണകാര്യങ്ങളിൽ സഹായിക്കുന്ന എന്നുള്ള വിഷയമാണ്. A very skilled and unskilled laborers has got selected. ഈ ലേബർ റിക്രൂട്ടിംഗ് കമ്പനിയിൽ വന്ന വിദഗ്ധ തൊഴിലാളികൾക്കും അവിദഗ്ധ തൊഴിലാളികൾക്കും എല്ലാവർക്കും സെലക്ഷൻ ലഭിച്ചു. വാട്ട് ഈസ് യുവർ നാഷണാലിറ്റി ആൻഡ് റിലീജിയൻ? നിങ്ങളുടെ ദേശീയത, രാജ്യം ഏതാണ്, മതം ഏതാണ്? There is delay in getting residence permit. Residence permit ആണ് താമസിക്കാനുള്ള പെർമിറ്റ് കിട്ടാൻ അല്പം വൈകുന്നതാണ്. എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈസ് ക്ലോസ് ടു വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്പിനടുത്ത് തന്നെയാണ് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. നോ നീഡ് ടു റിന്യൂ പാസ്പോർട്ട്. പാസ്പോർട്ട് പുതുക്കേണ്ടതില്ല. ഐ ഹാവ് ഗോട്ട് എ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്. എനിക്കൊരു വെരിഫിക്കേഷൻ രേഖകളെല്ലാം പരിശോധിച്ച വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. സിഗ്നേച്ചർ ഓഫ് എമിഗ്രേഷൻ ഓഫീസർ ഇസ് കമ്പൽസറി. എമിഗ്രേഷൻ ഓഫീസറുടെ ഒപ്പ് നിർബന്ധമാണ്. ഐ വിഷ് ടു ഗോ ടു ഗൾഫ്. ഞാൻ ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഐ ഹാവ് ഓൾറെഡി ബുക്ക്ഡ് എ ടിക്കറ്റ് ഫ്രം ദ ട്രാവൽ ഏജൻസി. ഞാൻ ട്രാവൽ ഏജൻസിയിൽ നിന്നും ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വുഡ് യു പ്ലീസ് കോണ്ടാക്ട് ദ ഏജൻറ്റ് ഫോർ റീകൺഫർമേഷൻ? ഈ വിസയുടെ കാര്യം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏജൻറ്റുമായിട്ട് ബന്ധപ്പെട്ടോ? വുഡ് യു പ്ലീസ് കോണ്ടാക്ട് ദ ഏജൻറ്റ് ഫോർ റീകൺഫർമേഷൻ? ബന്ധപ്പെടുന്നുണ്ടോ എന്നൊക്കെ അർത്ഥം നോക്കുക. ദ ലഗേജ് ഇസ് റെഡി. ലഗേജ് റെഡിയാണ്.
കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഗെറ്റ് ഇൻ ടു എ ടാക്സി, ടാക്സിയിലേക്ക് കയറൂ. ഐ ആം റെഡി ഫോർ ദ ജേണി, ഞാൻ യാത്രക്ക് തയ്യാറാണ്. ദിസ് ഈസ് ദ ടൈം ഓഫ് ഡിപ്പാർച്ചർ, ഇവിടെ നിന്ന് വിടുവാനുള്ള യാത്ര ചോദിക്കുന്ന സമയമാണിത്. ഗുഡ് ബൈ. ഇങ്ങനെയുള്ള we have to learn, we have to understand all these usages, all these sentences and phrases in our life to speak English. Okay, അപ്പോൾ നമ്മൾ first of all we collect the words concerning the job, then we use all these words in sentences. അപ്പം ഇങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ക്ലാസ്സുകളൊക്കെ നമ്മൾ 1 മുതൽ ഇപ്പോൾ 29ാമത്തെ എപ്പിസോഡാണിത്. എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഉദ്ദേശത്തോടു കൂടി കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അതിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരം വളരെ എഴുത്തും വായനയൊക്കെ ഈസിയായി തീരും. അതിന് സർവശക്തനായ ഈശ്വരൻ ദൈവം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. I welcome all of you to my continuous English classes and episode.